കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിൽ പരീക്ഷ എഴുതിയ 38 വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം തടഞ്ഞുവെച്ച് CBSE. സംസ്കൃതം കമ്മ്യൂണിക്കേറ്റീവ് രണ്ടാം വിഷയമായി എടുത്ത വിദ്യാർത്ഥികളുടെ ഫലമാണ് തടഞ്ഞുവെച്ചത്. രജിസ്ട്രേഷൻ സമയത്ത് വിഷയത്തിന്റെ കോഡ് രേഖപ്പെടുത്തിയതിൽ സ്കൂളിന് വന്ന പിഴവാണ് ഈ പ്രശ്നത്തിന് കാരണമായത് എന്നറിയാൻ കഴിയുന്നു. പ്രദീപ് നാരായണൻ കാസർഗോഡ് നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. പ്രദീപ്, ഈ CBSE പരീക്ഷാഫലം നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ടതാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങളൊക്കെ കഴിഞ്ഞ മണിക്കൂറിലൊക്കെ വന്നതാണ്. ഇപ്പോൾ ഇതെന്താണ് ഈ സ്കൂളിന് സംഭവിച്ചത്? ഈ ചിന്മയ വിദ്യാലയത്തിൽ ഈ 38 വിദ്യാർത്ഥികളുടെ ഫലം മാത്രമാണോ തടഞ്ഞു വെച്ചത്? എന്താണ് വിദ്യാലയത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ? പ്രജിൻ, ദില്ല, തീർച്ചയായും CBSE പരീക്ഷാ ഫലം വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ളൊരു ആശങ്ക ഉടലെടുത്തിരിക്കുന്നത്. അതായത് കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിൽ 38 വിദ്യാർത്ഥികളുടെ ഫലമാണ് ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുന്നത്. അതിന് കാരണമായി പറയുന്നത് സംസ്കൃതം കമ്മ്യൂണിക്കേറ്റീവ് രണ്ടാം ഭാഷയായി എടുത്ത വിദ്യാർത്ഥികളുടെ ഫലം മാത്രമാണ് തടഞ്ഞു വെച്ചിട്ടുള്ളത്. അതിൽ സംഭവം എന്ന് വെച്ചാൽ ഓരോ വിഷയത്തിനും ഓരോ കോഡുണ്ട്. അതായത് നേരത്തെ സംസ്കൃതം മാത്രമായിരുന്നു, അതിന് 120 ആയിരുന്നു കോഡ് നമ്പർ. ഇപ്പോൾ സംസ്കൃതം കമ്മ്യൂണിക്കേറ്റീവ് ആയപ്പോൾ കോഡ് നമ്പർ 119 ആയി. പക്ഷേ ഓൺലൈൻ അപേക്ഷ നൽകുന്ന സമയത്ത് സ്കൂൾ അധികൃതർ 120 എന്ന് തെറ്റായി രേഖപ്പെടുത്തുകയായിരുന്നു. ഇത് CBSE ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അത് തിരുത്താനുള്ള ഒരു അപേക്ഷ സമർപ്പിച്ചിരുന്നു സ്കൂൾ അധികൃതർ. പക്ഷേ CBSE അതിന് തയ്യാറായില്ല. പിന്നീട് കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കോടതിയിൽ നിന്നും അനുകൂല ഉത്തരവ് വന്നതോടെയാണ് പിന്നീട് അത് തിരുത്താൻ സാധിച്ചത്, കുട്ടികൾക്ക് പരീക്ഷ എഴുതാനും കഴിഞ്ഞത്. എന്നാൽ പരീക്ഷ എഴുതി കഴിഞ്ഞ കുട്ടികൾക്ക് ഇന്ന് റിസൾട്ട് വന്നപ്പോൾ പക്ഷേ ഈ 38 കുട്ടികളുടെയും റിസൾട്ട് തടഞ്ഞു വെക്കുന്ന സാഹചര്യമായിരുന്നു. ഇത് സംബന്ധിച്ച് രക്ഷിതാക്കൾ ഉൾപ്പെടെ ആശങ്കയുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. കാരണം ഇംപ്രൂവ്മെന്റ് പരീക്ഷ, +1 പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. എന്നാൽ റിസൾട്ട് തടഞ്ഞു വെച്ചതോടുകൂടി 38 വിദ്യാർത്ഥികളുടെ ഭാവിയെ സംബന്ധിച്ച ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത്. നാളെ ഇത് സംബന്ധിച്ച് തിരുവനന്തപുരത്തെ CBSE ഓഫീസിൽ പോയി സംസാരിച്ച് ശരിയാക്കാമെന്നാണ് ഇപ്പോൾ ചിന്മയ സ്കൂൾ അധികൃതർ പറയുന്നത്. തങ്ങൾക്ക് പിഴവ് സംഭവിച്ചു എന്ന് സ്കൂൾ അധികൃതർ സമ്മതിക്കുന്നുമുണ്ട്. പ്രജിൻ, എന്തായാലും ദൗർഭാഗ്യകരമാണ്. ഇതിൽ ഈ പറയുന്ന പോലെ എല്ലാ വിദ്യാർത്ഥികളുടെയും പരീക്ഷാഫലം വന്നു. ആ സമയത്താണ് ഇത്ര 38 കുട്ടികൾക്ക് പൂർണ്ണമായും അവരുടെ റിസൾട്ട് ലഭിക്കാത്തൊരു സാഹചര്യം. പക്ഷെ അത് നേരത്തെ പരിഹരിച്ചതാണ്. പിന്നെ എന്താണ് ഈ സാങ്കേതിക പിഴവ് എന്നുള്ളതാണ് രക്ഷിതാക്കളെയും. CBSEയുടെ ഭാഗത്തുനിന്നൊരു അനുകൂലമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. 38 കുട്ടികളാണ് അവരുടെ ഫലം പൂർണ്ണമായും ലഭിക്കാൻ കാത്തിരുന്നിങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത്. എന്തായാലും പ്രദീപ് നാരായണൻ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. കൂടുതൽ പ്രതികരണങ്ങൾ ഒരുപക്ഷെ അധികൃതരുടെ ഭാഗത്തുനിന്നും ഈ വിഷയത്തിൽ ഉണ്ടാകും. വരും മണിക്കൂറിൽ നിന്ന് പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.